അമ്മ മനോരഞ്ജിനി രാമായണ കാട്ടെ പനൽ മേലെ പറ്റിച്ച് ജീവിക്കുന്നവർ പറ്റിച്ച് ജീവിക്കുന്നവരാ. പറ്റില്ല നിങ്ങളെ ഞാൻ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. എല്ലാവരും എന്താ എടുക്കുക? ഞങ്ങൾ ഇന്ന് ഇവിടെ ഒരു ഹോളിഡേ ആണ്. അപ്പം ഇന്ന് എങ്ങോട്ടാ പോണേ? സീറോ ഗ്രാവിറ്റി. യെസ്, സീറോ ഗ്രാവിറ്റിലോട്ട് പോവാണ്. ഇപ്പം ഞങ്ങൾ എവിടെയാണ്? മൈതാൻ ബ്രിഡ്ജിലാണ്. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. നല്ലൊരു വ്യൂ ഒക്കെ ഉള്ള നല്ലൊരു പ്ലേസ് ആണ് കേട്ടോ. ഇവിടെ കുറേ ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. ഇപ്പം സമയം 7 മണി ആവാറായി. അപ്പം ഞങ്ങൾ ഒരു ഫ്രണ്ട് ആരാളുടെ കൂടെ വരുന്നുണ്ട്. അപ്പം അവരെ ഞാൻ അവിടെ എത്തിയിട്ട് പരിചയപ്പെടുത്തി തരാം. അപ്പം 7 മണി ആകുമ്പോൾ അത് അത്ര ഇരുട്ടേ ആവുള്ളൂ കേട്ടോ അവിടെ. അത് നമ്മളവിടുത്തെ പോലെ പെട്ടെന്ന് ഇരുട്ടാവില്ല. പിന്നെന്താ, ദീപക് സ്റ്റൈലായിട്ടൊക്കെ വന്നിട്ടുണ്ട്. നമ്മളൊരു പരിപാടിക്ക് പോകുമ്പോൾ അത്ര ഒരു നണിഞ്ഞൊരുങ്ങി വരണ്ടേ വെച്ചിട്ട് വന്ന കേസ്. ഇവിടെ ലംബോർഗിനി അങ്ങനെ പല കാറുകളും ഉണ്ട്, ലിമോസിൻ ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം അടിപൊളിയായിട്ട് കുറച്ച് പോഷായിട്ടുള്ളൊരു ഏരിയ ആണ് ഞാൻ കാണിച്ചു തരാം. സൺസെറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ലൊരു വ്യൂ അല്ലേ. ഇതാണ് കേട്ടോ മൈതാൻ ബ്രിഡ്ജ്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ അറിയില്ല. ഇവിടെ കാറ് ഇങ്ങനെ റേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സൗണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ നോക്കിയാൽ നല്ല അടിപൊളി വ്യൂ അല്ലേ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ അർഷാദും ഫെബിയും. ഞങ്ങൾ സീറോ ഗ്രാവിറ്റി പോകുന്നതിന് മുന്നേ കുറച്ച് ഫുഡ് കഴിക്കായിരുന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ സീറോ ഗ്രാവിറ്റി എത്തി. നല്ല ഒഴിഞ്ഞു കിടക്കുന്നൊരു സ്ഥലം കേട്ടോ. പാർക്കിങ്ങിനൊക്കെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. ചുറ്റും കാണാൻ ബിൽഡിങ്ങൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതൊക്കെ സീറോ ഗ്രാവിറ്റിനെ കുറിച്ച് 2 വാക്ക് പറയും. സീറോ ഗ്രാവിറ്റി നമ്മളെ യു എയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് പൂൾ പാർട്ടി ബീച്ച് പാർട്ടി നടക്കുന്ന ഒരു പബ്ബാണ്. ഞാൻ പറഞ്ഞു കേട്ടത് ഞങ്ങൾക്ക് അറിയില്ല. ഇല്ല, കേട്ടിട്ടുള്ളൂ. ദീപക് ആക്ച്വലി ഇവിടെ ഫസ്റ്റ് ടൈം ഒന്നല്ല വരുന്ന കേട്ടോ. അഭിനയമാണിത്. സ്കൈ ഡൈവ് ഒക്കെ ഇവിടുത്താണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദുബായിലെ ഏറ്റവും ആൾക്കാരെ ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടാകുന്ന ഒന്നാണ് സ്കൈ ഡൈവ്. അപ്പം എൻട്രി ചെയ്യുന്ന സമയത്ത് നമുക്കിങ്ങനെ ഒരു ടാഗ് കിട്ടും കേട്ടോ, സീറോ ഗ്രാവിറ്റി എന്നും പറഞ്ഞുകൊണ്ട്. കണ്ടില്ലേ? അപ്പം ഒരാൾക്ക് 150 AED ആണ് എൻട്രി ഫീ. അപ്പം ഞങ്ങൾ എല്ലാവരും ടാഗൊക്കെ കെട്ടി പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അന്ന് അത്ര തിരക്കുണ്ടായിരുന്നില്ല, അത്ര ഇവൻറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതാ ഞങ്ങൾ ഉള്ളിലെത്തി കേട്ടോ. നല്ല അടിപൊളി വൈബുള്ള സ്ഥലമായിരുന്നു കേട്ടോ. അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഫോറിനേഴ്സ് കുറച്ച് പേരുണ്ടായിരുന്നു. അപ്പോൾ അതാ ഞങ്ങൾ എന്താ കഴിക്കേണ്ടതെന്ന് ഇങ്ങനെ മെനു നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ഒരു സ്റ്റാർട്ടർ കഴിച്ചു. പിന്നെ പൂൾ പാർട്ടിക്ക് വേണ്ടി പോയി. പക്ഷെ അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. സോറി. കാരണം എന്താ വെച്ചാൽ എൻ്റെ ഫോണിൻ്റെ ചാർജ് ഭയങ്കര ലോ ആയിരുന്നു. അപ്പം ഞാൻ കാറിൽ പോയിട്ടാണ് പിന്നെ ചാർജ് ആക്കി. സാമ്പാർ അങ്ങനെ തന്നെയാണ്. ചന്ദമാമ ചന്ദമാമ അടുത്ത വരി പറ. അത് പറഞ്ഞിട്ട് ചന്ദ്രികേ മനോരഞ്ജിനി സുധാംഗിനി സൂപ്പർ സുരസുന്ദരി അമ്മ മനോരഞ്ജിനി രാമായണ കാട്ടെ എല്ലാം എല്ലാം മെല്ലെ എന്റെ ചേലത്ത് ചെമ്പരുന്തല്ലേ എന്റെ കാലിലെ കാണാൻ പാത. അങ്ങനെ ഞങ്ങൾ നേരെ സീറോ ഗ്രാവിറ്റിയിൽ നിന്ന് അർഷാദിൻ്റെയും ഫെബിൻ്റെയും റൂമിലോട്ടാട്ടോ വന്നത്. അന്താക്ഷരിയൊക്കെ കളിച്ച് അവിടെ തൊട്ട് മുന്നിൽ തന്നെ നല്ല വ്യൂ ആണ്. ഷെയ്ഖ് സായിദ് റോഡ് അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെയും പോയി. ഇത് നോക്കിയത് ക്യൂൻ കിങ് ബിൽഡിംഗ് ആണ്. ഇതിലൊന്ന് ക്യൂനും ഇതിലൊന്ന് കിങ്ങും. നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഏതാ ക്യൂൻ ഏതാ കിങ് എന്നുള്ളത്. അപ്പോൾ ഇതാണ് കേട്ടോ ഷെയ്ഖ് സായിദ് റോഡ്. കണ്ടില്ലേ എത്ര സ്പീഡിലാണ് വണ്ടികൾ പോകണമെന്ന്.
അത് അവിടെ ലേക്കെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് വർത്താനെല്ലാം പറഞ്ഞു. പിന്നെ ഈ വീഡിയോയ്ക്ക് ഒരു ക്ലാരിറ്റി കുറവുണ്ടാവും കേട്ടോ, ഒന്ന് ക്ഷമിക്കണം എല്ലാവരും, നൈറ്റ് ഷൂട്ട് ചെയ്ത കാരണമാണേ. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരേക്കും പറ്റിച്ച് ജീവിക്കുന്നവർ പറ്റിച്ച് ജീവിക്കുന്നുണ്ടാ പുല്ല. You are going to പറ്റില്ല, നിങ്ങളെ ഞാൻ അടുത്ത റൗണ്ടിലേക്ക് സെലക്ട് ചെയ്തിരിക്കും. എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തികളുണ്ടോ? പച്ചപ്പയ വർണ്ണത്തിങ്കളുമായൊരു കുടനില.